മനുഷ്യനുണ്ടായിരിക്കേണ്ട ജീവിതാധ്യായങ്ങളാണ് അഹ്ലുസുന്ന കേരള ജനതയ്ക്കും പറഞ്ഞുകൊടുത്തത്. അതുകൊണ്ട് തന്നെ കടലലകൾ താണ്ടിയെത്തിയ ആദർശ വിപ്ലവത്തെ ഐക്യത്തിന്റെ ദൃഢഭൂമിയിൽ കാലുറപ്പിച്ചു നിർത്തിയാണ് കേരളം നെഞ്ചിലേറ്റിയത്. സ്വഭാവ നൈർമല്യവും ആശയനിഷ്ഠയും ആദർശബോധവും രക്തത്തിൽ അലിഞ്ഞുചേർന്ന സഹാബാക്കളുടെ വിശുദ്ധ സാന്നിധ്യം കൊണ്ട് കേരളം സുഹൃതമാവുകയായിരുന്നു. അറബിക്കടലിൽ നിന്നും തിരമാലകളുടെ ചെറുസംഗീതം പുണർന്ന കേരവൃക്ഷങ്ങളുടെ ഓലത്തലപ്പുകളിൽ മർമ്മരം സൃഷ്ടിക്കുന്ന ഇളം കാറ്റിനെന്ന് ആദർശവിശുദ്ധിയുടെ നിലാപൊഴിക്കും സംഗീതത്തിന്റെ ഈണമായിരുന്നു. വെള്ളിമേഘങ്ങളെ പുൽകാൻ തൂവെളിച്ചത്തിന്റെ വിശുദ്ധിയോടെ വാനിലേക്കുയർന്നു നിൽക്കുന്ന പള്ളിമിനാരങ്ങളിൽ നിന്നുതിർന്ന നാദസ്വരത്തിന് ഐക്യത്തിന്റെ ഈണമായിരുന്നു. വിശുദ്ധ മതത്തിന്റെ ആചാരശീലങ്ങളെയും അനുഷ്ഠാന തത്വങ്ങളെയും ആധികാരികമായി സമൂഹത്തിന് പകർന്നു നൽകിയ ഗുരുവര്യർക്ക് ലഭിച്ചത് ആദരവിന്റെ അംഗീകാരമുദ്രയായിരുന്നു എങ്ങും. ആദർശ സൗന്ദര്യവും ആശയ സൗരഭ്യവും പൂത്തുലഞ്ഞു നിന്നിരുന്ന പ്രകൃതിധന്യതയുടെ രമണീയ കാഴ്ചകൾ ആദർശ കേരളം സുഹൃത കേരളമായി, നന്മയുടെ നറുനിലാവുമായി പൊട്ടിവിടർന്ന പ്രഭാതങ്ങൾ, അസ്തമയ സൂര്യനെ കണ്ണഞ്ചിപ്പിക്കുന്ന വർണ്ണശോഭയ്ക്കുപോലും ഐക്യലാവണ്യത്തിന്റെ വിസ്മയപ്പൊരുത്തം. പക്ഷേ നന്മയുടെ പ്രഭാതങ്ങൾ പെട്ടെന്നാണ് ഇരുളിലാണ്ടത്. ആദർശത്തിന്റെ വെള്ളിമേഘങ്ങൾക്കുമീതെ ആശയരാഹിത്യത്തിന്റെ കറുത്തിരുണ്ട കാർമുകിൽ പ്രത്യക്ഷപ്പെട്ടു. ഏകമനസ്സും ഏകവിശ്വാസവുമായി സാംസ്കാരിക കേരളത്തിന്റെ ആദർശ ഭൂമികയിൽ സ്നേഹത്തിന്റെ ശംഖശക്തിയിലൂടെ സഞ്ചരിച്ചവർക്കിടയിൽ പെട്ടെന്ന് അകൽച്ചയുടെ താളപ്പിഴകൾ, ഭിന്നതയുടെ കനത്ത സ്വരങ്ങൾ, ഇസ്ലാമിക സംസ്കൃതിയുടെ കടക്കൽ നജ്ദിയൻ മഴു ആഞ്ഞുപതിച്ചു. ശജറത്തു ത്വയ്യിബയുടെ വേരിൽ നജ്ദിയൻ കോടാലി വരുത്തിയ പ്രഹരം ആദർശത്തിന്റെ വൻവൃക്ഷത്തിന് പോറലേൽപ്പിച്ചു. ഐക്യത്തിന്റെ മന്ത്രമുരുവിട്ട് അനൈക്യത്തിന്റെ പിളർപ്പാഗ്രഹിച്ചവർക്ക് പക്ഷേ ആദർശത്തിന്റെ രണഭൂമിയിൽ കാലിടറി. വിശുദ്ധ മതത്തെ സാത്വിക ഹൃദയങ്ങളിൽ നിന്ന് കൈപ്പറ്റിയ കേരള മുസ്ലിങ്ങൾ വഹാബി പാതയെയും പാതകത്തെയും തിരിച്ചറിഞ്ഞു, ശക്തമായി പ്രതിരോധിച്ചു. അതിശക്തമായ പേമാരിയും കൊടുങ്കാറ്റും അതിജീവിച്ച് അഹ്ലുസുന്നയെന്ന വടവൃക്ഷം കായ്കനികളുമായി പന്തലിച്ചു നിന്നു. പക്ഷേ ചരിത്രത്തിന്റെ ഇരുണ്ട അറകളിൽ പതിയിരുന്ന ശത്രുക്കൾ ഇസ്ലാമിന്റെ അടിയാധാരം ഇല്ലാതാക്കാനുള്ള പഴുതുകൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. കേരള മുസ്ലിങ്ങളുടെ സംഘബോധവും ശക്തിയും ക്ഷയിപ്പിക്കാൻ സലഫിസം നജ്ദിയൻ പാഷാണത്തെ കേരള ഭൂമിയിൽ വിതറി. വിശുദ്ധിയുടെ വിളനിലങ്ങൾ അനാചാരങ്ങളുടെ വിളവെടുപ്പ് കേന്ദ്രങ്ങളാക്കി മാറ്റി. വഹാബികളുടെ ആഗമനം മുസ്ലിം ഐക്യബോധത്തെ തകർത്തു. തളർന്നുകിടന്ന സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചു അത്യാചാരങ്ങളുടെ വക്താക്കളാക്കി. ഫലമോ നബിയും സഹാബാ കിറാമും സലഫുസാലിഹുകളും പകർന്നു തന്ന ഇസ്ലാമിക ആശയങ്ങളിൽ വിള്ളലുകൾ വീണു. മുസ്ലിം സംഘടിത മുന്നേറ്റവും ശാക്തീകരണവും പേടി സ്വപ്നമായി കണ്ട പാശ്ചാത്യൻ ശക്തികളുടെ നിഗൂഢ തന്ത്രത്തിൽ നിന്ന് പിറവിയെടുത്തതാണ് വഹാബിസം. ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെയും തിരു റസൂലിന്റെ ജീവിത സുഹൃതങ്ങളെയും തള്ളിപ്പറഞ്ഞാണ് നജ്ദിലൂടെ വഹാബിസം ഇസ്ലാമിക സംസ്കൃതിക്കെതിരെ കടന്നാക്രമണം നടത്തിയത്. തിരു റസൂലിന്റെ സവിധത്തിലിരുന്ന് ഇസ്ലാമിക പാഠങ്ങൾ പഠിച്ച, ആ ജീവിതത്തെ നേരിൽ കണ്ട് സത്യപ്രസ്ഥാനത്തിന്റെ പ്രകാശ വഴിത്താരയെ നെഞ്ചോട് ചേർത്ത മാലിക് ബിൻ ഹബീബിന്റെ ധന്യതയാർന്ന ജീവിതത്തിന്റെ നിഷ്ഠയാർന്ന അധ്യായങ്ങളിലൂടെയാണ് കേരളം ഇസ്ലാമിനെ നുകർന്നത്. ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂമിന്റെ വിജ്ഞാന വെളിച്ചത്തിലാണ് കേരളം ഇസ്ലാമിന്റെ നവോത്കർഷത്തിലേക്ക് മിഴിതുറന്നത്. ഉമർ ഖാളിയും സയ്യിദ് അലവി തങ്ങൾ മമ്പുറവും ഖാളി മുഹമ്മദും മുഗീറത്ത് ബിൻ ശഅബയും ഈ ആദർശ വഴിത്താരയിലെ പ്രകാശഗോപുരങ്ങളായി വർത്തിച്ചു. കേരളീയതയുടെ ആദർശബോധവും ആശയഭൂമികയും ഈ മഹത്തുക്കളിലൂടെ സുസ്ഥിരവും സ്ഥിരപ്രതിഷ്ഠയാർന്നതുമാണ്. കേരള മുസ്ലിങ്ങൾ നെഞ്ചോട് ചേർത്ത് എന്നും ധന്യതയോടെ സ്മരിക്കുന്ന ഈ മഹാരഥന്മാരുടെ പട്ടികയിൽ നിന്നും, അവർ വിരചിച്ചു തന്ന ഇസ്ലാമിക പാഠങ്ങളിൽ നിന്നും വഹാബിസം എത്രയോ കാതം അകലെയാണ്. ഇതാണ് കേരളീയതയുടെ ആദർശ ഭൂപടം. ഇത് തിരുത്താൻ, തിരുത്തിക്കാൻ
വഹാബിസത്തിന്റെ ഉത്ഖനനങ്ങൾക്ക് സാധ്യമാവില്ല. ചരിത്രത്തിന്റെ പ്രാമാണികതയും ആധികാരികതയും തമ്മിലാണിവിടെ സംവദിക്കുന്നത്. ഇതിൽ സുന്നി മാത്രമേയുള്ളൂ, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തും. കൽപ്പാന്തകാലത്തോളം ഈ സാർഥവാഹക സംഘം ആദർശവിശുദ്ധിയുടെ പ്രകാശഗോപുരങ്ങളായി കാലത്തെ അതിജയിച്ചു പ്രകാശം പൊഴിക്കും.